യെരുശലേമിനെ പുനഃസ്ഥാപിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ഒരു കൽപ്പനയോടുകൂടിയാണ് 70 ആഴ്ചവട്ട പ്രവചനം ആരംഭിക്കുന്നതെന്ന് മുൻപത്തെ പഠനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ചരിത്രവാദ പ്രകാരം ഈ കൽപ്പന BC 457 അതേസമയം ഫ്യൂച്ചറിസം BC 444 ഉത്തരവോടുകൂടി ആരംഭിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നു. പ്രവചനത്തിൻ്റെ രണ്ടാം നാഴികക്കല്ല് കണ്ടെത്തുവാനുള്ള സൂചന തിരുവെഴുത്തുകൾ നമുക്ക് നൽകുന്നു. ദാനിയേൽ പുസ്തകം 9 അധ്യായം 25 വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം. എല്ലാ ക്രിസ്ത്യാനികളും മിശിഹ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നു. ഇനി പറയുന്ന തിരുവെഴുത്തുകളാൽ ഇത് നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 40-41 വാക്യങ്ങൾ. യോഹന്നാൻ പറഞ്ഞു കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 25-26 വാക്യങ്ങൾ. സ്ത്രീ അവനോട്, മെസ്സിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെസ്സിഹ എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിൻ്റെ ഏത് സമയരേഖയാണ് ഈ നാഴികക്കല്ലായി എടുക്കേണ്ടത്? അത് യേശുവിൻ്റെ ജന്മവർഷമാണോ, അതോ യേശുവിൻ്റെ മരണവർഷമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ശരിയായ തീയതി സ്ഥാപിക്കുന്നതിൽ നാം ശ്രദ്ധിക്കണം. അത് ബൈബിൾപരവും ചരിത്രപരവും ഗണിതശാസ്ത്രപരവുമായി ശരിയായിരിക്കണം. മെശിഹ എന്ന എബ്രായ പദത്തിൻ്റെ ഗ്രീക്ക് പദമാണ് ക്രിസ്തു. അതിനർത്ഥം അഭിഷിക്തൻ എന്നാണ്. ചോദ്യം ഇതാണ്, യേശുവിനെ അഭിഷേകം ചെയ്തത് എപ്പോഴാണ്? ഉത്തരം, സ്നാനത്തിൻ്റെ സമയത്താണ് ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത്. 2 വാക്യങ്ങൾ പരിശോധിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 10 അധ്യായം 37-38 വാക്യങ്ങൾ. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 18 വാക്യം. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ലൂക്കോസ് ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ വിശദമായ കാലഗണന പട്ടിക നമുക്ക് നൽകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായം 1-2 വാക്യങ്ങൾ. തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാമത്തെ ആണ്ടിൽ പൊന്തിയാസ് പീലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദ്രത്രഖോനിത്തി ദേശങ്ങളിലും ലൂസനിയാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായ ഹന്നാവും കയഫാവും മഹാപുരാതന്മാരും ഇരിക്കുന്ന കാലം സക്കറിയാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. തിബിരിയാസ് കൈസറിൻ്റെ 15-ാമത്തെ വർഷത്തിലാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം നടക്കുന്നത്. AD 14 മുതൽ AD 37 വരെയാണ് തിബിരിയാസ് കൈസറുടെ ഭരണകാലം. എന്നാൽ AD 12 മുതൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അഗസ്റ്റസ് കൈസറുമായി കൂട്ടുഭരണം നടത്തി. അതിനാൽ 12 AD നിന്ന് 15 വർഷം കൂട്ടുമ്പോൾ 27 AD നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ചരിത്രവാദം 2ാമത്തെ നാഴികക്കല്ലായി കണക്കാക്കുന്ന AD 27 ആണ്. എന്നാൽ ഫ്യൂച്ചറിസം യേശു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വന്ന സംഭവത്തിനെ പ്രവചനത്തിലെ 2ാമത്തെ നാഴികക്കല്ലായി കണക്കാക്കുന്നു. ആ വർഷം 32 AD അല്ലെങ്കിൽ 33 AD ആയിട്ട് അവർ പഠിപ്പിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഈ ആശയത്തിന് കാര്യമായ കുഴപ്പമൊന്നും തന്നെ ഇല്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ താഴെ വിവരിക്കുന്ന വസ്തുതകൾ വിശകലനം ചെയ്താൽ തീയതികളും നിഗമനങ്ങളും ബൈബിൾ കണക്കുകൂട്ടലുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 1. യെരുശലേമിലേക്കുള്ള ക്രിസ്തുവിൻ്റെ വരവിനെ അഭിഷേകവുമായി ബന്ധപ്പെടുത്തുവാൻ സാധിക്കില്ല. സക്രിയ പ്രവചനത്തിലെ 9 അധ്യായത്തിലെ 9 വാക്യം ഒരു പ്രവചന നിവൃത്തിയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഈ വാക്യത്തിൽ ഒരിടത്തും ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തതായിട്ട് പറയുന്നില്ല, അഭിഷിക്തനായി വിശേഷിപ്പിക്കുന്നുമില്ല. എന്നാൽ കർത്താവിൻ്റെ സ്നാനത്തിങ്കിൽ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തുവെന്ന തിരുവചനം വ്യക്തമാക്കുമ്പോൾ ഫ്യൂച്ചറിസം പഠിപ്പിക്കുന്നവർ അത് തള്ളിക്കളയുന്നു. 2. 69 ആഴ്ചവട്ടത്തിന് ശേഷം ഒരു ബ്രാക്കറ്റ് പീരീഡ് അഥവാ ഗ്യാപ്പ് തുടങ്ങിയെന്ന ഫ്യൂച്ചറിസം പഠിപ്പിക്കുന്നു. മറ്റൊരു രീതിയിൽ സഭാകാലഘട്ടം അല്ലെങ്കിൽ കൃപായുഗം ആരംഭിച്ചെന്ന് അവർ പഠിപ്പിക്കുന്നു. ചോദ്യം ഇതാണ്: 69 ആഴ്ചവട്ടത്തിൻ്റെ അവസാനം യെരുശലേമിലേക്കുള്ള ക്രിസ്തുവിൻ്റെ വരവാണെങ്കിൽ കൃപായുഗം അവിടെ നിന്ന് ആരംഭിക്കണമല്ലോ.
അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിസം പഠിപ്പിക്കുന്നവരോട് ഒരു ചോദ്യം: കൃപായുഗം അല്ലെങ്കിൽ സഭാകാലഘട്ടം എപ്പോൾ ആരംഭിച്ചു? അത് യെരുശലേമിലേക്കുള്ള ക്രിസ്തുവിൻ്റെ വരവോടുകൂടിയോ, അതോ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടിയോ, അതോ പെന്തക്കോസ്ത് നാൾ തുടങ്ങിയോ? ഈ കാരണങ്ങളെ തന്നെ രണ്ടാമത്തെ നാഴികക്കല്ല് കണക്കുകൂട്ടുന്നതിലും ഫ്യൂച്ചറിസം പരാജയപ്പെടുന്നു എന്നത് വ്യക്തമാണ്.